ബിഗ് ബോസിലെ ഫിസിക്കൽ ടാസ്കുകൾ രേണു സുധിക്ക് പറ്റില്ല എന്ന അഭിപ്രായമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്നത്. 7ാം സീസൺ ആരംഭിക്കുന്നതിനു മുൻപ് തന്നെ ബിഗ് ബോസ് പ്രഖ്യാപിച്ചിരുന്നത് കടുപ്പമേറിയ ടാസ്കുകളായിരിക്കും ഇത്തവണ മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് എന്നാണ്. ടാസ്കുകൾ കടുപ്പമാകുമ്പോൾ അതിനനുസരിച്ച് പിടിച്ചു നിൽക്കാൻ മാനസികമായും ശാരീരികമായും ശക്തരായിരിക്കണം. ഇത്തവണത്തെ ജയിൽ ടാസ്കിന് ഇടയിൽ രേണു സുധി വീഴുക കൂടി ചെയ്തതോടെ ടാസ്കുകൾ നന്നായി കളിക്കാൻ പാകത്തിൽ മറ്റൊരു മത്സരാർത്ഥിയെ വൈൽഡ് കാർഡ് വഴി ഉൾപ്പെടുത്തണം എന്ന മുറവിളി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുകയാണ്. നെവിനൊപ്പമാണ് രേണു ജയിൽ ടാസ്ക് കളിച്ചത്. അച്ചാറ് കമ്പനി എന്നായിരുന്നു ഈ ടാസ്കിന്റെ പേര്. നെവിനും രേണുവിനും നെല്ലിക്കകളും നാരങ്ങകളും ബിഗ് ബോസ് നൽകി. ജയിലിനുള്ളിൽ നിന്നുകൊണ്ട് ഈ നെല്ലിക്കകളും നാരങ്ങകളും ജയിലിൽ നിന്ന് അകലെയായി വെച്ചിരിക്കുന്ന ഭരണിക്കുള്ളിലേക്ക് ഇരുവരും എറിഞ്ഞിടണം. ഇതുപയോഗിച്ച് സ്വാദിഷ്ടമായ അച്ചാറ് തയ്യാറാക്കുക എന്നാണ് ടാസ്ക് ലെറ്ററിൽ ബിഗ് ബോസ് പറഞ്ഞിരുന്നത്. നാരങ്ങകൾ ഭരണിക്കുള്ളിലിട്ടതിന് ശേഷം സാധനങ്ങളുടെ അടുത്തേക്ക് ഓടുന്നതിനിടയിൽ രേണു വീഴുകയായിരുന്നു. ഇതാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഇതോടെ ഫിസിക്കൽ ടാസ്കുകൾ രേണുവിന് പറ്റില്ല എന്ന അഭിപ്രായമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്നത്. തൻ്റെ ആരോഗ്യം മോശമായെന്ന് കഴിഞ്ഞ ദിവസം രേണു പറഞ്ഞിരുന്നു. എൻ്റെ ഹെൽത്ത് തീരെ ഓക്കെ അല്ല, എനിക്കിനി വയ്യ, വീട്ടിൽ പോയാൽ മതിയെന്നായി. ഇങ്ങനെയായിരുന്നു രേണു പറഞ്ഞത്. ഷോയിൽ തുടർന്നെന്നാൽ ഇതിലും കടുപ്പമേറിയ ടാസ്കുകൾ വരുമ്പോൾ രേണു എന്തു ചെയ്യും എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും ചോദിക്കുന്നത്. അതിനിടയിൽ ജീവിതകഥ പറയുന്ന ടാസ്കിൽ രേണു പറഞ്ഞ പല കാര്യങ്ങളും പൊരുത്തക്കേടുകൾ ഉണ്ടെന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണം. ഷോയിലേക്കുള്ള എൻട്രിയുടെ ദിവസം ഞാൻ ഒരു ഹോസ്റ്റലിൽ പോലും നിന്നിട്ടില്ല എന്ന് രേണു മോഹൻലാലിനോട് പറഞ്ഞതായാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ ജീവിതകഥയിൽ പറയുന്നത് ജനറൽ നഴ്സിംഗ് പഠിക്കാൻ ഹോസ്റ്റലിൽ നിന്നു എന്നുമാണ്. ഇങ്ങനെ രേണുവിനെതിരെ പല നെഗറ്റീവ് അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. ബിഗ് ബോസിൽ പ്രേക്ഷകർ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന രേണു സുധി തൻ്റെ ജീവിതകഥ പറഞ്ഞതിന് പിന്നാലെ നിരവധി ചോദ്യങ്ങളാണ് പ്രേക്ഷകരിൽ നിന്ന് ഉയരുന്നത്. അതിനിടയിൽ എനിക്ക് നല്ലൊരു ജീവിതവും ഭർത്താവിനെയും ഒന്നും വിധിച്ചിട്ടില്ലെന്ന് മറ്റ് മത്സരാർത്ഥികളുമായി സംസാരിക്കുന്നതിന് ഇടയിൽ രേണു സുധി പറയുന്നുണ്ട്. ഏവിയേഷൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് സുധിച്ചേട്ടനെ പരിചയപ്പെടുന്നത് എന്നാണ് രേണു ഹൗസിൽ പറയുന്നത്. സുധിച്ചേട്ടൻ്റെ ആദ്യ ഭാര്യയിലെ മകനായ കിച്ചുവിനെ സ്വന്തം മകനായി കണ്ടാണ് ഞാൻ ജീവിച്ചത്. കിച്ചുവിന് അനിയൻ വേണമെന്ന നിർബന്ധത്തിലാണ് ഞങ്ങൾ രണ്ടാമത്തെ കുട്ടിയെ കുറിച്ച് ചിന്തിക്കുന്നത്. നല്ലൊരു ഭർത്താവും കുടുംബവും എന്നതൊക്കെ ഞാനും ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇനി അതൊന്നും നടക്കില്ല. ബിഗ് ബോസിൽ മത്സരാർത്ഥികൾ ജീവിതകഥ പറയുന്ന ഭാഗത്തല്ല രേണു ഇതെല്ലാം പറയുന്നത്. മറ്റ് മത്സരാർത്ഥികളുമായി സംസാരിക്കുമ്പോഴാണ് രേണുവിൻ്റെ കുടുംബ ജീവിതത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ.